ഇവിടെ വിളക്കത്തിക്കുന്നതായിരുന്നു തോന്നുന്നുണ്ട് പണ്ട്. ഇപ്പൊ അവിടെ വിളക്കത്തിക്കുന്നൊന്നുമില്ല, പക്ഷെ നല്ല അടാറ് ഗുഹയാണ്. നമുക്ക് ഈ പാറയിലോട്ട് കയറിപ്പോള്ള സ്റ്റെപ്പ് കണ്ട ചെയ്തേക്കുന്നത്. ഗോപുരം നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അച്ചൻകോൽ ആറുന്നുണ്ട് അവിടുന്ന് ഒഴുകി വന്നിട്ട് ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ടൗണിലെ ഒരു കൂറ്റൻ പാറയുണ്ട്. പാറയുടെ പേര് ചുട്ടിപ്പാറ എന്നാ കേട്ടോ. ഈ പാറയുടെ മുകളിലോട്ട് കയറുക, കിട്ടിലും പാറയാണ്. ഈ പാറയുടെ മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് പത്തനംതിട്ട ടൗണിലും ഏകദേശം ഫുള്ളും നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഒരു ഗുണമെന്ന് പറഞ്ഞാലേ ഇത് ഫുള്ള് സ്റ്റെപ്പാണ് കേട്ടോ. ഈ പാറയുടെ മുകളിൽ കയറാൻ സ്റ്റെപ്പ് കെട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കൊരു എളുപ്പമാർഗ്ഗമാകും കേട്ടോ. ഈ പടിയിലൊക്കെ ഈ സ്പോൺസർ ചെയ്തേക്കുന്ന ആൾക്കാരുടെ പേര് കൊത്തി വെച്ചിട്ടുണ്ട് ഓരോ പടിയിലും. കണ്ടോ, ഇതാണ് പാറ മുകളിലെ ക്ഷേത്രം കേട്ടോ. ഇവിടെ ചെറിയൊരു സ്റ്റെപ്പ് പോലെ ഉണ്ട്, പക്ഷെ അത് ചെറിയൊരു കമ്പിയെങ്കിലും വെച്ച് കൊടുത്തിരുന്നെങ്കിലേ നമുക്ക് പിടിച്ചിറങ്ങാമായിരുന്നു. ഇറങ്ങി വന്ന വഴി കേട്ടോ. എല്ലാ സ്ഥലത്തും ഇതുപോലൊരു പാറ ഉണ്ടെങ്കിലേ കിടിലുമായേനെ. കാരണം ഇപ്പോൾ പത്തനംതിട്ട ടൗണ് നമുക്ക് ഈ പാറയുടെ മുകളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഫുള്ളും, ഏകദേശം അല്ലേ മൊത്തം നമുക്ക് കാണാൻ പറ്റും കേട്ടോ. നമുക്ക് ഈ പാറയിലോട്ട് കയറിപ്പോള്ള സ്റ്റെപ്പ് കണ്ട ചെയ്തേക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട അവിടെ ആയിരുന്നു ക്ഷേത്രമുള്ള കേട്ടോ. പിന്നെ നമ്മൾ ഈ വഴി നടന്ന് ഇങ്ങനെ വന്നേക്കുന്നത്. നമുക്കിപ്പോൾ കയറിപ്പോവാം. ഇച്ചിരി ഡേഞ്ചർ ആട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, ഇവിടെ ചെറിയ കമ്പിയൊക്കെ ഉണ്ടായിരുന്നില്ലേ. ഇപ്പോൾ കമ്പി ഉണ്ടായിരുന്നു കേട്ടോ, അത് ഇങ്ങനെ പോയതാണ് കേട്ടോ. ഇവിടെ കയറി വരുമ്പോഴേ ഒരു വെള്ളം മേടിക്കണം കേട്ടോ. താഴെ കടയൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ അവിടെ വെള്ളം മേടിക്കാൻ വിട്ടുപോയി. നമ്മൾ ഈ പാറയിലോട്ട് കയറി വരുമ്പോഴേ ആ ക്ഷേത്രത്തിൻ്റെ മുമ്പ് തന്നെ ഒരു കടയുണ്ട്. ഹനുമാന്റെ ഒരു ശില, അത് പെയിന്റ് ഒക്കെ പോയി കേട്ടോ. ഇതിന് പെയിന്റ് അടിച്ച് കുട്ടപ്പനാക്കുമായിരിക്കും, അടിപൊളിയായിരിക്കും. ഈ പാറയിൽ മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ നമുക്കിപ്പോ വയല് അല്ലെങ്കിൽ മല അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് കാണുന്നെങ്കിൽ ഈ പാറയുടെ മുകളിൽ കയറുമ്പോൾ നമുക്ക് ഒരു സൈഡ് പത്തനംതിട്ട ടൗൺ ഫുള്ള് നമുക്ക് കാണാൻ പറ്റും. മറു സൈഡ് അച്ചൻകോലാറും പിന്നെ മലനിരകളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഒരു കിടിലം പാറ. ഇവിടെ ഈ വിളക്കത്തിക്കുന്ന ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഇനി നമ്മൾ പോകാൻ പോകുന്ന പാറ ആ പാറ കേട്ടോ. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡും KSRTC ബസ് സ്റ്റാൻഡും ഒക്കെ നമുക്ക് അടുത്ത് നിന്ന് കാണാം. നമുക്കിനി ആ പാറയിലോട്ട് പോകാം കേട്ടോ. ഇവിടെ ചെറിയ ഗുഹയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ കാണുന്ന നമുക്ക് ഗുഹയിലോട്ടൊക്കെ പോയിട്ട് ആ പാറയുടെ മുകളിലോട്ട് കയറി പോകാം. അപ്പോൾ അങ്ങോട്ട് ഗുഹയിലോട്ട് നമ്മൾ പോകുന്നേ. ഇതാണ് ആ ഗുഹ, അടച്ചിരിക്കുകയാണ് സംഭവം. ഇവിടെ വിളക്കത്തിക്കുന്നതായിരുന്നു തോന്നുന്നുണ്ട് പണ്ട്. ഇപ്പോൾ അവിടെ വിളക്കത്തിക്കുന്നൊന്നുമില്ല, പക്ഷെ നല്ല അടാറ് ഗുഹയാണ്. ഭാഗത്തോട്ടുണ്ട് കേട്ടോ. ഇവിടെ ഓം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നമുക്കിനി ഈ പാറയുടെ മുകളിലോട്ട് കയറാം കേട്ടോ. ഒരു അടിപൊളി വഴി കേട്ടോ. നമ്മളിങ്ങനെ പിടിച്ചാൽ കയറി പോകേണ്ടി വരും. ഇപ്പം മഴയില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെ എല്ലാം പ്ലാസ്റ്റിക് കുപ്പി കേട്ടോ. പ്ലാസ്റ്റിക്കും ലൈസിൻ്റെ ഒക്കെ കവറൊക്കെ ഇവിടെ കിടക്കുന്നത്, പക്ഷെ ഇങ്ങനെ ഇടല്. മൂന്നാമത്തെ പാറയുടെ ടോപ്പിലെത്തി കേട്ടോ. ഏറ്റവും ടോപ്പ് കണ്ടോ. പക്ഷെ ഇതിന് ഈ പാറയ്ക്ക് ഒരു കുഴപ്പമൊന്നുമില്ല, ഭയങ്കര വീതിയൊന്നുമില്ല കേട്ടോ. ഒത്തിരി നടക്കുന്ന പാറ, ഉരുണ്ടിരിക്കുന്ന പാറ. മറ്റേ പാറയില്ല, രണ്ടാമത് നമ്മൾ കയറിയ പാറ എന്ന് പറഞ്ഞാൽ നിരന്ന പാറ. നമ്മൾ കയറി വരുമ്പോൾ കാണുന്ന പാറ ആ കാണുന്നത്. പിന്നെ നമ്മൾ രണ്ടാമത് കയറി വരുമ്പോഴേ ഹനുമാന്റെ ഒരു ശില്പം ഉള്ളത്. പിന്നെ മൂന്നാമത്തെ പാറ നമ്മളിപ്പോൾ നിൽക്കുന്ന കേട്ടോ. അപ്പൊ ഇതിൽ ഹൈറ്റ് കൂടിയ പാറ എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് ഈ പാറയും രണ്ടാമത് വന്ന പാറയും ഏകദേശം ഈക്വൽ കേട്ടോ. പക്ഷെ ആദ്യം കാണുന്ന പാറ കുറച്ച് ഹൈറ്റ് കുറവാ. താഴെ നോക്കാം ഈ പാറ രണ്ടും കമ്പയർ ചെയ്യുമ്പോഴാണ് അത് ഹൈറ്റ് കുറവ്, അല്ലാതെ അത് ഹൈറ്റ് കുറവല്ല കേട്ടോ. നല്ല കുത്തിനുള്ള ഹൈറ്റോ കയറി വരുന്നത്. ഇവിടെ നിന്നപ്പോഴേ വേറൊരു പാറയുടെ മുകളിൽ ഒരു ക്ഷേത്രം കണ്ടു കേട്ടാ. ആ ക്ഷേത്രം ഏതാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആ ക്ഷേത്രം ഏതാന്ന് നോക്കിയിട്ട് അവിടെ പോകണം. പിന്നൊരു പോവാം. ക്ഷേത്രം ഞാൻ കാണിച്ചു തരാം. ഭയങ്കര വീതിയുള്ള പാറയല്ല, പക്ഷെ നല്ല ഹൈറ്റ് ഇരിക്കുന്ന പാറയാ. അതിന് മുകളിൽ ക്ഷേത്രമൊക്കെ ഉണ്ട്. അത് ഈ ക്ഷേത്രം എന്ന് അറിയത്തില്ല. അതൊക്കെ അറിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഒരു ദിവസം അവിടെ പോകുന്നതായിരിക്കും.
പാറയുടെ സൈഡിലോട്ട് വന്നപ്പോഴേ ഒരു ക്ഷേത്രം കണ്ടു കേട്ടോ. ആ ക്ഷേത്രത്തിന്റെ ഗോപുരം നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അച്ചൻകോൽ ആറുന്നുണ്ട് അവിടുന്ന് ഒഴുകി വന്നിട്ട് ഇവിടുന്ന് റൂട്ട് തിരിച്ചിട്ട് അങ്ങോട്ട് ഒഴുകുക. അപ്പോൾ ഈ മനോഹരമായ പാറ, ഈ പാറയുടെ പേര് ചുട്ടിപ്പാറ എന്നാണ് കേട്ടോ. പക്ഷെ ഞാൻ ഇടുന്ന പേര് എന്ന് പറഞ്ഞാൽ ചുറ്റിപ്പാറയാണ്. ഈ പാറയുടെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പത്തനംതിട്ട ടൗണും പത്തനംതിട്ട ടൗണിന്റെ പ്രദേശങ്ങളൊക്കെ നമുക്ക് ചുറ്റിക്കാണാം. ഈ പാറയുടെ മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ റൗണ്ട് ഇറങ്ങിയാൽ മതി. അപ്പോൾ തന്നെ ഈ പത്തനംതിട്ട ടൗണും ഈ ഏരിയ ഫുള്ളും നമുക്ക് കാണാൻ സാധിക്കും. പത്തനംതിട്ട KSRTC ബസ് സ്റ്റാൻഡും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡും അവിടെ നോക്കിയാൽ നമുക്ക് ചുട്ടിപ്പാറ കാണാം. അവിടെ നിന്ന് മാത്രമല്ല ഈ പത്തനംതിട്ട ഏത് ദിശയിൽ നോക്കിയാൽ നമുക്ക് ഈ ചുട്ടിപ്പാറ കാണാൻ പറ്റും. ഇത്രേ ഉള്ളൂ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ കാണാം.